ഇവിടെയൊക്കെ എത്ര വീണ് എന്നെ പോലെ പറഞ്ഞിട്ട്. നമസ്കാരം. സ്വത്തിന് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും ഒക്കെ അടികൂടുന്ന നമ്മുടെ കേരളത്തിലെ മറ്റൊരു ഉദാഹരണമാണ് പ്രണവ്, പ്രവീൺ. ജ്യേഷ്ഠന്മാരാണ്, അനിയനുമാണ്. ഇവർ തമ്മിലുള്ള അടി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ, അവന് സ്വന്തമായി അഡ്രസ്സില്ല, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയുടെ പ്രസവ സമയത്ത് വീട്ടുകാരും ചെന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സെൻറ്റിമെൻ്റലായ ഒരു സംഭവമാണ്. ഇതെന്താണ് ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. എന്തിനാണ് നമ്മളൊക്കെ അത് എടുത്ത് ഈ റിയാക്ഷൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു നല്ല രീതിയിൽ സൗഹൃദത്തിൽ പോയ ഒരു ഫാമിലി തകർന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ പരസ്പരം ഇത് ഒത്തുതീർപ്പാക്കേണ്ട ഒരു ചെറിയ പ്രശ്നം യൂട്യൂബിലൂടെ അവർ ചിലപ്പോൾ വൈറലാകാനായിരിക്കും, മറ്റെന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളും അതിനകത്ത് ഇടപെട്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് ശേഷം അവരുടെ അനിയന് ഈ ചാനലുമൊക്കെ ചേട്ടന് പ്രവീണിന് കൊടുത്തു. അപ്പോൾ അതിന് ശേഷം പ്രണവ് വന്നിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ ചാനൽ കൊടുത്തതിൻ്റെയും അവരുടെ അച്ഛനും അമ്മയും കൂടെ ഒക്കെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തതിൻ്റെ കുറച്ച് ക്ലിപ്പ് നമുക്ക് കാണാം. അപ്പോൾ ഈ അനിയൻ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ, ചേട്ടനെ കരുവാരി തേക്കാനല്ല, ഇതൊരു ഫാമിലിയായിട്ട് അനിയന് ശരിക്കും ഈ ചേട്ടനോട് ഉള്ള ഒരു സ്നേഹം ഒക്കെ അതിനകത്ത് പ്രകടമാണ് ഈ വാക്കുകളിൽ. ചാനൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. ചാനല് ചേട്ടൻ പ്രവീണ് കൊണ്ടുപോയി. അനിയനെ കൊച്ചു എന്ന് പറഞ്ഞ പ്രവീൺ കൊച്ചു എന്നും പറഞ്ഞ ചാനൽ തുടങ്ങി. അതിനകത്ത് കുറച്ച് ഷോർട്സ് മാത്രമേ ഇട്ടുള്ളൂ. ഇപ്പം തന്നെ 3,68,000 അത് 368K, അതായത് 3,68,000 സബ്സ്ക്രൈബറായി. എന്ന് വെച്ചാൽ ഒറ്റ വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഇവരിത് ഫാമിലി ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ ശരി, അവരുടെ ബെനിഫിറ്റ് ഒരു കാരണവശാലും ഇപ്പോൾ അനിയനിപ്പോൾ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ ലക്ഷങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ. എന്തായാലും ശരി, ആ ഒരു രീതിയിലേക്ക് ഇവർ മനഃപൂർവ്വം ചെയ്താൽ ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ ഇവരുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ അനിയൻ്റെ വീഡിയോ വന്നതിന് ശേഷം അവർ വന്നിട്ട് ചേട്ടൻ പ്രവീണ് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥകൾ അങ്ങനൊന്നും അല്ല, ഇവർക്ക് വീട്ടിലുണ്ടായ പീഡനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് പറയുമ്പോഴാണ് ഒരേ രീതി സ്നേഹിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഈ പ്രണവിന് ഈ ആദ്യത്തെ വീഡിയോ ഇടുന്നതിന് മുമ്പേ പ്രണവിന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ അഡ്രസ്സില്ല, ഫാമിലീൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം തന്നെ പ്രണവ് അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നു, ഒരു കാരണവശാലും അത് ഇടരുത് എന്നൊക്കെ പറഞ്ഞു. ഈ അഡ്രസ്സിലൊക്കെ പറഞ്ഞു. ഇവിടെ പ്രസവത്തിന് മുമ്പേ തന്നെ ഈ അമ്മയെ വിളിച്ച് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവർ വാടക വീട്ടിലേക്ക് മാറി. ഇവരുടെ ഈ കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കല്യാണം വരെയും നല്ല സന്തോഷമായി പോയൊരു ഫാമിലിയാണ്. അപ്പം തീർച്ചയായും വന്നു കയറുന്ന പെണ്ണിൻ്റെ തലയിൽ ഇപ്പം അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു നാട്ടിലെ ഇത്. അപ്പം എന്തായാലും ശരി, അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വളർന്നു അവരുടെ മറ്റു വീഡിയോസൊക്കെ പിന്നെ പ്രണവും പ്രവീണും തമ്മിലുള്ളതല്ലായിരുന്നു, കൂടുതലും വൈഫുമായിട്ട് പ്രവീണും വൈഫും കൂടെ മൃതൻ്റെയും കൂടെ ചേർന്നുള്ള വീഡിയോസൊക്കെയാണ്. അപ്പോൾ തന്നെ നീരസങ്ങൾ പലതും ആ വീട്ടിലുണ്ടായിട്ടാണ്. പക്ഷേ ഇനിയും ഇതൊക്കെ ഇവർക്ക് സെറ്റിൽ ചെയ്യാവുന്ന നിസ്സാര കാര്യങ്ങൾ യൂട്യൂബിലൂടെ വലിച്ചഴിച്ച് ഒരു വലിയ രീതിയിലേക്ക് സമൂഹത്തിലേക്ക് അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഇവരുടെ 20,000 സബ്സ്ക്രൈബർ പ്രവീണിൻ്റെ ഈ പ്രണവിൻ്റെ വീഡിയോ വന്നതിന് ശേഷം പ്രണവിന് ഒറ്റ വീഡിയോ കൊണ്ട് ലക്ഷങ്ങളിലേക്ക് വ്യൂസ് കിട്ടുകയും, എന്നാൽ ഈ പ്രവീണിന്
20,000 സബ്സ്ക്രൈബർ കുറഞ്ഞ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായെന്നൊക്കെ കാണുകയുണ്ടായി. അവർ ഈ പ്രണവും അച്ഛനും അമ്മയും കൂടി ഇരുന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവർ ബുദ്ധിപൂർവ്വം എന്താണെന്ന് ശരി വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ശരി, ഇതൊരു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഇതൊരു ഇവരുടെ കുടുംബത്തെ പന്താടാനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇത് നിസ്സാരമായ കേസ് ഇവർ യൂട്യൂബിലൂടെ ഇനിയും വന്ന് ഈ യൂട്യൂബേഴ്സിന് എന്നെ കൂട്ടുള്ള ഞാനായാലും പറയുന്നത് ഒരു കുടുംബ ബന്ധത്തെ നമുക്ക് വെച്ച് കളിക്കുന്നതിനോ അതിനെ വെച്ച് ഒരു ആസ്വാദനം കണ്ടെത്തുന്നില്ല. ഇവരും സെറ്റിൽ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഈ ചടയമംഗലം ആണ് ഇവരുടെ സ്ഥലം എന്നാണ്. ആ കൊല്ലം കൊട്ടാരക്കര ആ റൂട്ടിലാണ് ഇവരുടെ വീടും മറ്റും ഒക്കെ ഉള്ളത്. ഇവർ ഒരു കൂട്ടുകുടുംബമായി കഴിഞ്ഞതാണ്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറി ഉണ്ടായ സംഭവങ്ങളാണ് ഇപ്പോൾ ഈ ഇതിന് ശേഷം കല്യാണത്തിന് ശേഷം നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ പീഡന വിവരങ്ങളൊക്കെ അവർ വീഡിയോ ആണ് കാണിക്കുന്നത്. എത്രയ്ക്കായാലും ഒരു പെണ്ണ് ഗർഭാവസ്ഥയിൽ അവർക്ക് വേണ്ടത് ഈ മാനസികമായ ഒരു സന്തോഷം. ഇവരുടെ ഈ ഗർഭകാലത്തുണ്ടാകുന്ന മാനസിക വ്യതകളെല്ലാം ആ കുട്ടിയെയും ഒരു പരിധിവരെ ബാധിക്കുമെന്നാണ് നമ്മൾ ഈ മെഡിക്കൽ സയൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർക്ക് അത്രയും ഒരു ഇത് കൊടുക്കരുതായിരുന്നു. ഈ മരുമകളെ മാനസികമായി പീഡനം കൊടുത്തു, മകന് മർദ്ദനം ഏറ്റു. ഒരു ചെറിയൊരു വഴക്കിൻ്റെ പേരിലൊന്നും ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു പഞ്ചായത്താണെങ്കിൽ അവിടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവർ ഈ ബന്ധപ്പെട്ട മെമ്പർ അല്ലെങ്കിൽ കൗൺസിലറൊക്കെ അവിടെ എന്താണെന്ന് അറിയത്തില്ല, അവിടുത്തെ ആ ഒരു അവരൊക്കെ ഇടപെട്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞൊരു ഫാമിലി കൗൺസിലിംഗ് കൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പോഴും അവർ സംഭവിച്ചിട്ടുണ്ടല്ലോ, അനിയനുമൊക്കെ വളരെ താഴ്ന്നാണ് സംസാരിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടായപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണും, പക്ഷേ അതിനുശേഷം എല്ലാം താഴ്ന്നാണ്. ചേട്ടനും ചില മർദ്ദനങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. അതായത് ഇവർ വഴക്കിട്ട് അവിടെ നിന്ന് പിരിയുന്ന സമയത്തുള്ള ഒരു കാഴ്ചയാണ്. അതായത് പ്രവീണിന് മർദ്ദനം കേട്ടിട്ടുണ്ട്. അത് അച്ഛനാണോ അനിയനാണോ ആരാണെന്നുള്ളതല്ല, അതൊക്കെ ഈ ശരിക്കും ആ ഒരു മാനസികാവസ്ഥയിൽ അവരവിടെ നിന്ന് വീട് വിട്ടിറങ്ങിയായിരുന്നു. പറയാൻ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കുടുംബമാണല്ലോ, എല്ലാത്തിലും കാണിച്ച് കാണണം, വേണ്ട പ്രശ്നങ്ങൾ വേണ്ട ഒന്നും. ഇതിൽ ഒരു യൂട്യൂബറുടെ ഒരു ഇതിൽ ഇവരുടെ ഒരു ബന്ധു വന്നിട്ട്, അതായത് മറ്റൊരു അടുത്തൊരു ബന്ധു വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മൂപ്പൻസ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ ഒരു മെസ്സേജും ഒക്കെയാണ്. നിങ്ങൾക്ക് ഞാൻ ആ കമൻറ്റ് വായിക്കാം, അതിനുശേഷം ആ കമൻറ്റ് താഴെ ഒരു റിപ്ലൈ നിങ്ങൾ നോക്കണം. നമുക്ക് നോക്കാം. ഇതാണ് ആ വീഡിയോ. ഓക്കെ, നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസാണ്. എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളാണ് അവരുടെ അച്ഛൻ. പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു. നിയമസഹായം ഉള്ളതുകൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് ഒരാൾ പറയുന്നു. അതൊരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ ആണ് അത് കാണുന്നത്. അതായത് ഇവരുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ്. ഇവരെല്ലാം കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞായിരുന്നു. അവിടെ നിന്ന് ഇവർ മാറിയ ശേഷം ഇവർ പോയിട്ട് ആ വീട്ടിൽ പോയി അയ്യുണ്ടാക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലിയിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിലല്ല, ഇവരുടെ കസിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു അടി നടക്കുന്നുണ്ട്. പലരും ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥകൾ എന്താണെന്ന് നമുക്കിവരെ ചേട്ടൻ ചെയ്ത് ശരിയാണെന്നോ അല്ലെങ്കിൽ അനിയൻ ചെയ്ത് ശരിയാണെന്നോ അല്ല, ഒരു ഫാമിലിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും കുടുംബം എന്ന് പറയുന്നത് ഇമ്പം കുടുംബം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഇവർ എത്തണം. അങ്ങനെയാണ് ഈ സാധാരണ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് മാറുന്നത്.
ഒരു കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ്. അതുപോലുള്ള കാര്യങ്ങൾ കൊടുത്ത് ഇവരെ ഇത് മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ എൻ്റെ മനസ്സിൽ അങ്ങനെ വാശി ദേഷ്യം അങ്ങനെ ഞാൻ വെച്ചു നടക്കുന്നില്ല. ഞാൻ മിണ്ടിയേനെ, കാരണം അത്രയും പെയിൻ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇവർ പറയുന്നുണ്ട് ഇവരുടെ മനസ്സ് വാശിയും വരും. ഇത് എത്രയൊക്കെ ആയാലും ശരി, അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിലുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ നടന്നാലും ശരി, അതിനെല്ലാം ഒരു ദൂരപരിധിയുണ്ട്. ഇവർ എല്ലാവരും കൂടെ ചേർന്നിരുന്ന ഒരു മീഡിയേഷൻ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അവിടെ അലിഞ്ഞ് അവിടെ ചേരുമെന്നുള്ളതാണ്. ഇതെല്ലാം മാറുന്നതാണ്. ഇവർക്ക് ചേട്ടനും ചേച്ചിക്കും പ്രശ്നമില്ല എന്ന് പറയുന്നു. പക്ഷേ അതുപോലെ തന്നെ പറയുന്നുണ്ട് അനിയനും അച്ഛനും അമ്മയും പറയുന്നുണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടമാണ്, അവർക്ക് വാടകയ്ക്ക് പോകണം, അവർക്ക് റെന്റ്, അതൊക്കെ അവരുടെ ഹാപ്പിനെസ് ആണ്. നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ സന്തോഷം പോകും. എല്ലാവർക്കുള്ളതും വലുത് കുടുംബം തന്നെയാണ്. ശരിയാണ്, ഏതിലും വലുത് കുടുംബം തന്നെയാണ്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ അച്ഛനും അമ്മയും രണ്ടു മക്കളെയും ചേർത്ത് നിർത്തണം എന്ന് ഒരപേക്ഷ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.